അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ഇന്ന് സമൂഹത്തിൽ വളരെ സുപരിചിതമായ ഒന്നായി മാറിക്കഴിഞ്ഞു. പുതിയൊരു സാങ്കേതിക വിദ്യ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയെന്ന കാര്യം എല്ലാവരും അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം മനുഷ്യർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം AI-യുടെ മുകളിൽ ചാർത്താനുള്ള ശ്രമം സമീപകാലത്തായി വർദ്ധിച്ചു വരുന്നുണ്ട്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു പുകമറ സൃഷ്ടിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുമുള്ള തന്ത്രമായി ഈ പ്രവണത മാറിക്കൊണ്ടിരിക്കുന്നു. AI-യുടെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ ബലിയാടാക്കി മാറ്റുന്നതിലെ അപകടങ്ങളെക്കുറിച്ചും നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കുറ്റകൃത്യം മറച്ചുവെക്കാൻ AI-യെ വലിച്ചിഴയ്ക്കുന്ന രീതി വ്യാപകമായി നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ ശബ്ദരേഖ പുറത്തു വന്നപ്പോഴും ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ കാണിച്ചപ്പോഴും ഉയർത്തിക്കൊണ്ടുവന്നത് AI-യുടെ പേരായിരുന്നു. AI-യുടെ സാധ്യതകളെക്കുറിച്ചും ദുരുപയോഗങ്ങളെക്കുറിച്ചുമെല്ലാം നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആധികാരികമല്ലാത്ത ഉള്ളടക്കങ്ങൾ കൊടുക്കുന്നു, ഡീപ് ഫേക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവയെല്ലാം തന്നെ സാധാരണക്കാരായവർക്ക് പോലും ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അതേസമയം ഒരു കണ്ടന്റ് നൽകിയ ശേഷം അത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ അല്ലയോ എന്ന് പറയാനുള്ള അറിവ് ഇപ്പോഴും പലർക്കുമില്ല. എത്രത്തോളം ഒരു AI സാക്ഷരതയിലേക്ക് നമ്മുടെ സാധാരണ സമൂഹം എത്തിയിട്ടുമില്ല. ജനറേഷൻ ഗ്യാപ്പ് ഇതിൽ വലിയൊരു ഘടകമാണ്. ഇന്നത്തെ തലമുറ പോലെ ആക്ച്വലും വെർച്വലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന തലത്തിലേക്ക് പഴയ തലമുറ എത്തുന്നതേയുള്ളൂ. ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം അതിൽ AI-യെ പഴിചാരി രക്ഷപ്പെടുന്ന പ്രവണതയും കണ്ടുവരുന്നു. അടുത്തിടെ നടന്ന നടനുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാൻ ഇതിലൂടെ കഴിയുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയതുപോലെ AI സാങ്കേതിക വിദ്യയും സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറും. AI എന്നല്ല, ഏതൊരു ടെക്നോളജിയുടെയും ദോഷവശങ്ങളുടെ ഉപയോഗം തുടക്ക കാലഘട്ടത്തിൽ കൂടുതലായിരിക്കും. പിന്നീട് ഈ ദോഷവശങ്ങളെ മനസ്സിലാക്കി കൂടുതൽ വളർച്ച നേടുകയാണ് സമൂഹം ചെയ്യുന്നത്. ജനറേറ്റീവ് AI ആണ് ഇപ്പോഴുള്ളവർ ഉപയോഗിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് എജന്റിക് AI ഉണ്ട്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മുടെ നിർദ്ദേശങ്ങളില്ലാതെ ആശയങ്ങൾ ജനറേറ്റ് ചെയ്യുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തെ മോണിറ്റർ ചെയ്യുകയുമാണ് ജനറേറ്റീവ് AI ചെയ്യുന്നത്. ഇത് ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കും. നിലവിൽ നിലനിൽക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് AI ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോഴുള്ള ഹ്യൂമൻ ബയാസസ് എല്ലാം തന്നെ അതിലേക്ക് വരുന്നു. സുന്ദരിയായ യുവതിയുടെ ചിത്രം നൽകാൻ ആവശ്യപ്പെട്ടാൽ വെളുത്ത നിറവും ഉയരവും നീളൻ മുടിയുമുള്ള യുവതിയുടെ ചിത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള പക്ഷപാതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഇതുവഴി കഴിയുന്നു. AI ജനറേറ്റീവ് മൊഡ്യൂളുകളിൽ സാമൂഹ്യപരവും ധാർമ്മികവുമായ കാര്യങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു ദുരന്തമായത് മാറും. വരും കാലങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒന്നായി AI മാറാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ AI-യുമായി ബന്ധപ്പെട്ട വ്യാജ ആരോപണങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ്. കേരള പ്രണാമം, ചിന്താശകലങ്ങൾ.